നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. മാർക്ക് ആന്ത്രേ ടെർ സ്റ്റെഗൻ കട്ടക്കലിപ്പിലാണ്. ബാഴ്സയ്ക്കെതിരെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയാലോ എന്ന് പോലും അദ്ദേഹം പരിഗണിക്കുന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ സ്പാനിഷ് ജേർണലിസ്റ്റുകൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. കദേന സെറിൻ്റെ കഴുസൽ ഡിപ്പോർട്ടിവോ എന്ന് പറയുന്ന ആ പ്രോഗ്രാമിൽ വിശദമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിൽ പറയുന്നത് ടെർ സ്റ്റെഗൻ ആകെ കൺഫ്യൂസ്ഡ് ആയിരിക്കുകയാണ്. എന്തുകൊണ്ട് പ്രസിഡൻറ്റ് ജോയൻ ലാപ്പോർട്ട താനുമായിട്ട് സംസാരിച്ചില്ല, ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നോട് തുറന്ന് പറയാൻ എന്തുകൊണ്ട് തയ്യാറായില്ല, ഒരു കോൺവെർസേഷൻ പോലും നടന്നില്ല എന്നുള്ളതിൽ അദ്ദേഹം ആകെ കൺഫ്യൂസ്ഡാണ്. ടെർ സ്റ്റെഗൻ ഇപ്പോൾ ഫീൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ മിസ്ട്രീറ്റഡ് ബൈ ദി ക്ലബ്ബ് തന്നെ ട്രീറ്റ് ചെയ്ത രീതി ശരിയായില്ല എന്നുള്ളതാണ് ടെർ സ്റ്റെഗൻ ഇപ്പോൾ ഫീൽ ചെയ്യുന്നത്. അദ്ദേഹം പ്രസിഡൻറ്റുമായിട്ട് സംസാരിക്കാൻ തയ്യാറായിരുന്നു, ഈ ഒരു സിറ്റുവേഷനുമായി ബന്ധപ്പെട്ട് ഡയറക്റ്റ്ലി സംസാരിക്കാൻ തയ്യാറായിരുന്നു. എന്നാൽ കാര്യങ്ങൾ ക്ലബ്ബ് പ്രസ്സിന് ലീക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. അവിടെയാണ് പ്രശ്നങ്ങൾ കോൾഡ് വാറിലേക്ക് പോയത്. അതാണ് അദ്ദേഹത്തിൻ്റെ വേർഷനാണ് ഈ പറയുന്നത്. ഒപ്പം തന്നെ ടെർ സ്റ്റെഗൻ കൺസിഡർ ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ ഇമേജ് റൂയിൻ ചെയ്യാൻ ക്ലബ്ബ് ശ്രമിച്ചു. ആരാധകർക്കിടയിലേക്ക് കുറേ ഫേക്കായിട്ടുള്ള ന്യൂസുകൾ റിലീസ് ചെയ്തുകൊണ്ട്, അങ്ങനെ ലീക്ക് ചെയ്തു കൊടുത്തുകൊണ്ട് ക്ലബ്ബ് തൻ്റെ ഇമേജ് ആരാധകർക്കിടയിൽ മോശമാക്കാൻ വേണ്ടി ശ്രമിച്ചു. ക്ലബ്ബ് ഒരിക്കൽ പോലും എന്താണ് അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ചെയ്യേണ്ടത് എന്നുള്ളൊരു പ്ലാനും അദ്ദേഹത്തെ അറിയിച്ചില്ല എന്ന പരിഭവം അദ്ദേഹത്തിനുണ്ട്. ടെർ സ്റ്റെഗൻ കറൻ്റ്ലി ഇവാലുവേറ്റിംഗ് വെദർ ടു മേക്ക് എ പബ്ലിക് സ്റ്റേറ്റ്മെൻറ്റ്, ഒരു പബ്ലിക് സ്റ്റേറ്റ്മെൻറ്റ് നടത്തണോ വേണ്ടയോ എന്നുള്ളതിനെക്കുറിച്ച് അദ്ദേഹം ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാഴ്സലോണ ടെർ സ്റ്റെഗനുമായി ബന്ധപ്പെട്ട് ഒരു വാർത്ത ലീക്ക് ചെയ്തു പ്രസ്സിന്. അതായത് ജോയൻ ഗ്യാമ്പർ ട്രോഫി സമയത്ത്, ആ മാച്ചിന് മുമ്പ് ബാഴ്സയുടെ ക്യാപ്റ്റൻ സംസാരിക്കുന്ന ഒരു ചടങ്ങുണ്ടല്ലോ, അത് ടെർ സ്റ്റെഗൻ നടത്തില്ല, റിഫ്യൂസ് ചെയ്യും എന്ന തരത്തിൽ സൂചനകളുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ചില ഫേക്കായിട്ടുള്ള വാർത്തകൾ ലീക്ക് ചെയ്തു കൊടുത്തു. അത് ഗോൾ കീപ്പർ കംപ്ലീറ്റ്ലി ഡിനൈ ചെയ്യുന്നു. അങ്ങനെയൊന്ന് താൻ തീരുമാനിച്ചിട്ടേ ഉണ്ടായിരുന്നില്ലെന്ന്. ടെർ സ്റ്റെഗൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിൻ്റെ ക്യാപ്റ്റൻസിയിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി എന്നുള്ള വിവരം അദ്ദേഹം അറിയുന്നത് ആ ബാഴ്സയുടെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലൂടെ മാത്രമാണ്. അതിൽ ക്ലബിൻ്റെ പേഴ്സ്പെക്റ്റീവ് എന്താണെന്ന് വെച്ചാൽ, പ്ലെയർ അദ്ദേഹത്തിൻ്റെ ഡിസിഷൻ, സർജറിയുമായി ബന്ധപ്പെട്ടും മറ്റുമൊക്കെയുള്ള ഡിസിഷൻസ് പുറത്തു വിട്ടത് ക്ലബ്ബുമായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ടല്ല. അതുകൊണ്ട് തന്നെ ഈ വിഷയങ്ങൾ ക്ലബ്ബ് അങ്ങോട്ടേക്ക് പറയാനും ബാധ്യസ്ഥരല്ല എന്നാണ് ക്ലബിൻ്റെ നിലപാട് എന്നുകൂടി ഇപ്പോൾ ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നു. ചുരുക്കത്തിൽ കോൾഡ് വാർ അതിൻ്റെ പാരമ്യത്തിൽ ഇതിലെടുത്തു പറയേണ്ട കാര്യം മിസ്കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. പരസ്പരം സംസാരിച്ചിട്ടില്ല, സംസാരിക്കാൻ ജോയൻ ലാപ്പോർട്ട വന്നില്ല എന്നുള്ളതിൽ അദ്ദേഹം അത്ഭുതപ്പെടുന്നു. മാത്രമല്ല, ഒരു ക്യാപ്റ്റനെ മാറ്റുമ്പോൾ സ്വാഭാവികമായിട്ടും ആദ്യം ക്യാപ്റ്റനോട് പറയും. അത് പറയാതെ സ്റ്റേറ്റ്മെൻറ്റിലൂടെ മാത്രമാണ് താൻ അറിഞ്ഞതെന്ന് അദ്ദേഹം പറയുന്നു. അതുകൂടാതെ അദ്ദേഹത്തിന് മറ്റൊരു പരാതിയുള്ളത്, തന്നെക്കുറിച്ച് ഫേക്കായിട്ടുള്ള വാർത്തകൾ ക്ലബ്ബ് തന്നെ പ്രസ്സിന് ലീക്ക് ചെയ്തു കൊടുക്കുന്നു, എന്നിട്ട് അതിലൂടെ തൻ്റെ ഇമേജ് ആരാധകർക്കിടയിൽ മോശമാക്കാൻ ശ്രമിക്കുന്നു. ഇതൊന്നും അംഗീകരിക്കാൻ പറ്റില്ല എന്ന നിലപാടിലാണ് ഇപ്പോൾ ടെർ സ്റ്റെഗൻ ഉള്ളത്. സംഗതി ആകെ ചൂട് പിടിച്ച് നിൽപ്പാണ്. അദ്ദേഹം കട്ടക്കലിപ്പിലാണ്. ക്ലബിനെതിരെ എങ്ങാനും അദ്ദേഹം ഒരു പബ്ലിക് സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കുകയാണെങ്കിൽ അത് വളരെ മോശമായിരിക്കും. എന്താണ് സംഭവിക്കുക, കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.